ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, എപ്പോഴാണ് ഇത്തരത്തിലുള്ള തീക്കാറ്റും കൊടുങ്കാറ്റും ഭൂകമ്പവും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴാ കൊടുങ്കാറ്റ്, എപ്പോഴാണ് തീക്കാറ്റ്? ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കൂ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമ്മു സലമ നമ്മുടെ ഉമ്മയാണ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ലഹറ സൂഉ ഫിൽ അർദ്. നല്ല ശ്രദ്ധിക്കണം ചെറുപ്പക്കാരി ഹദീസ്. ഇദാ ലഹറ സൂഉ ഫിൽ അർദ്, ഭൂമിയിൽ സൂഉൻ. എന്താ സൂഇന്റെ അർത്ഥം? സൂ എന്ന് പറഞ്ഞാൽ ദുരാചാരം, ദുരാചാരം. സൂ എന്നതിന്റെ അർത്ഥം ദുരാചാരം. ഇദാ ലഹറ സൂഉ, ദുരാചാരം ഭൂമിയിൽ പ്രത്യക്ഷമായി നടക്കാൻ തുടങ്ങിയാൽ. ആചാരങ്ങൾ രണ്ട് രീതിയിൽ: സദാചാരം, ദുരാചാരം. നല്ല നടപ്പ്, ദുർനടപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭൂമിയിൽ ദുർനടപ്പ് വ്യാപകമായാൽ അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർദ്, അല്ലാഹു ഭൂമിയിലേക്ക് തന്റെ ശിക്ഷ ഇറക്കുന്നതാണ്. ഖാലത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, വഇൻ കാന ഫീഹിം സാലിഹൂൻ, സാലിഹീങ്ങളായ സത്യസന്ധരായ ആളുകൾ ഉണ്ടായാലും അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങുമോ? നബിയേ, 5 വക്ത് നിസ്കരിക്കുന്നവർ, എപ്പോഴും പള്ളിയിലിരിക്കുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവർ, പൊട്ടിക്കരഞ്ഞ് നിന്നോട് ദുആ ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് വരുമോ? എന്താ റസൂലുള്ളാഹി മറുപടി പറഞ്ഞത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, വഇൻ കാന ഫീഹിം സാലിഹൂൻ, സ്വാലിഹീങ്ങളായ ആളുകൾ ഭൂമിയിലുണ്ടായാലും ദുർനടപ്പ് ഭൂമിയിൽ വ്യാപകമായാൽ അല്ലാഹുവിന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ثم يرجعون إلى رحمة الله, പിന്നെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് മടക്കപ്പെടുന്നതാണ്. എന്താ ഇവിടെ പറഞ്ഞ ഒരു അടയാളം? ഇദാ ലഹറ സൂഉ, ദുർനടപ്പ് ഭൂമിയിൽ വ്യാപകമായാൽ. എന്താ ഈ ദുർനടപ്പ്? ശ്രദ്ധിക്കണേ, നല്ല നടപ്പിനെതിരാണ് ദുർനടപ്പ് അല്ലേ? പണ്ടൊക്കെ പുതിയാപ്പിള പോകാറുണ്ട്. എന്റെ സദസ്സിൽ എത്രയോ ചെറുപ്പക്കാർ, അവരെ ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ നിങ്ങളുടെ വാപ്പമാരോട്, ഇക്കാക്കമാരോട്. ചെറുപ്പത്തിലൊക്കെ അവരുടെ കാലത്ത് അവർ പുതിയാപ്പിള പോകുമ്പോ എങ്ങനെ പോവാ? വീട്ടിൽ നിന്ന് ഒരു ഉസ്താദിനെ കൊണ്ടുവരും. ഉസ്താദ് അൽ-ഫാത്തിഹ വിളിക്കും, ദുആ ചെയ്യും. എന്നിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരൻ പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? അറബിയിൽ ദ്വാരക്കണ ദ്വാന്റെ അർത്ഥതാണല്ലോ. അല്ലാഹുവേ, ഇവന് നീ നല്ല ജീവിതം കൊടുക്കണം, പടച്ചോനെ സന്തോഷമാക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യും ഉസ്താദുമാർ. എന്നിട്ട് ഉമ്മാനോടും ഉപ്പാനോടും സലാം ചൊല്ലി സമ്മതം ചോദിച്ചാറുങ്ങ. ഇന്ന് ഫാത്തിഹ വിളില്ല. ഇന്ന് ഫാത്തിഹ വിളിക്കണതിന് പകരം പടക്കം പൊട്ടിച്ചിട്ടാ പുതിയാപ്പിള ഇറങ്ങണം. നല്ല നടപ്പുകളുടെ സ്ഥാനത്തെല്ലാം ദുർനടപ്പ് കയറി പറ്റിയാൽ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ ചൊല്ലൂ, സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നല്ല നടപ്പിന്റെ സ്ഥാനത്ത് ദുർനടപ്പ് കയറി പറ്റിയാൽ. പണ്ട് പുതിയാപ്പിള പോകുമ്പോ പുതിയാപ്പിളയുടെ കൂടെ ഒരു കാരണവര് പോകും, വയസ്സായ ഒരു കാരണവർ. എന്തിനാ? ആ ചെറുപ്പക്കാരൊക്കെ ഒന്ന് നിയന്ത്രിക്കാനാണ്. ഇന്ന് ഒരു കാരണവരും പോകില്ല. കാരണവരോട് പോകാൻ പറഞ്ഞാൽ കാരണവർ പറയും, ഞാൻ പോകില്ല മക്കളെ, ഞാൻ വരില്ല. എന്താ? ആ കുട്ടികൾ എന്നെ വഷളാക്കും, ആ കുട്ടികൾ എന്നെ വഷളാക്കും. പുതിയാപ്പിളയുടെ കൂടെ പോകുമ്പോ എന്തൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കറിയോ? നോമ്പിന്റെ 2 മാസം മുമ്പ് എന്റെ നാട് തന്നെ കണ്ണൂരല്ല, മലപ്പുറം. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന, 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലമാണ് എന്റെ നാട്. എന്റെ നാട്ടിൽ നോമ്പിന്റെ 2 മാസം മുമ്പുണ്ടായ വിവാഹം. നിങ്ങൾക്കറിയോ? പുതിയാപ്പിള വന്നു, നിക്കാഹ് കഴിഞ്ഞു, കുടുംബജീവിതത്തിലേക്ക് കടക്കേണ്ട ചെറുപ്പക്കാരൻ അടക്കം പുതിയാപ്പിളയുടെ കൂടെ വന്ന മുഴുവൻ ആളുകൾക്കും പുതിരത്തല്ലേ. ഇത് മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞതാണോ? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ.
ലോകത്തിന് മാതൃകയാകേണ്ടവരെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെക്കുറിച്ച് പറയുന്നു. ആ ഉമ്മത്തിന്റെ കഥ പറയുകയാണ് ഞാൻ. നിക്കാഹ് കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ കൂടെയുള്ള ആളുകൾ കുട്ടിയുടെ വാപ്പയോട് പറഞ്ഞു, അമ്മോച്ചനോട്, ഞങ്ങളുടെ ആളുകൾ വന്നിട്ടുണ്ട്, വേഗം മാറ്റിച്ചിട്ട് അവരെ പുറത്തേക്ക് വിടണം. ഞങ്ങൾ കൊണ്ടുവന്ന കൊട്ടവണ്ടി ചില നാട്ടിലെ നായിക്കുറുക്ക് എന്ന് പറയും, ഇവിടെ എന്താ പറയാന്നറിയില്ല, പിക്കപ്പ്, ചെറിയ പിക്കപ്പ്. ഈ ചെറിയ പിക്കപ്പിൽ കയറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുപോവാ. പിക്കപ്പിന്റെ മുകളിൽ ഒരു സൈക്കിൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞു, സൈക്കിളിന്റെ മുമ്പിൽ അവളെ കയറ്റും, പിന്നിൽ ഞങ്ങളുടെ സുഹൃത്തും കയറും, എന്നിട്ട് ഞങ്ങൾ പരസ്യമായി പെണ്ണിനെ കൊണ്ടുപോകും. നിങ്ങൾ ആലോചിക്കണം, 18 ലക്ഷത്തിന്റെ കാറ് വാങ്ങാൻ അല്ലാഹു അവന് തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. ആ കാർ അവിടെ മാറ്റിവെച്ചിട്ട് ചാണകം കൊണ്ടുപോകുന്ന കൊട്ടവണ്ടിയിലാണോ ചെറുപ്പക്കാരെ പുതിയാപ്പിള പോകേണ്ടത്? നിന്റെ തലമണ്ടയിലും തലച്ചോറിലും എന്താണ്? ഇതാ അല്ലാഹു റസൂലുള്ളാഹി. പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച നല്ല നടപ്പിലേക്ക് തിരിച്ചുപോയില്ലേ? നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ച നല്ല നടപ്പിലേക്ക് തിരിച്ചുപോയില്ലേ? ആകാശത്ത് നിന്ന് തീക്കട്ട കൊണ്ടുള്ള ഏറ് വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളോ? ഇതാ ഭൂമിയിൽ ദുർനടപ്പ് വ്യാപകമായാൽ പെണ്ണിനെയും ആണിനെയും ഒരുമിച്ചിരുത്തി കൊണ്ടുപോകുന്നു. നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാണിച്ചുകൊണ്ട്. നിങ്ങൾ ചോദിക്കും, 1-2 പേര് ഒരുമിച്ച് കൂടെയും തകരാറുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊരു ദുർനടപ്പാണോ നല്ല നടപ്പാണോ? സ്വയം ഒന്ന് ഇരുന്ന് ചിന്തിക്കൂ നിങ്ങൾ. ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ വ്യാപകമായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഇങ്ങനെയുള്ള ദുർനടപ്പുകൾ വ്യാപകമായാൽ അൻസലല്ലാഹു ബഅ്സഹു ബിഅഹ്ലിൽ അർദ്, അല്ലാഹു തന്റെ ശിക്ഷ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദീർഘമായൊരു ഹദീസ് ഇമാം അബൂദാവൂദ് തങ്ങളടക്കം പല ഹദീസ് മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പല വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഇത് വന്നിട്ടുണ്ട്. ഞാൻ 1-2 റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ഹദീസ് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ ഹദീസിന്റെ അവസാനം അല്ലാഹുവിന്റെ ഹബീബ് തീക്കാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ തലശ്ശേരിയിൽ എന്തേ തീക്കാറ്റടിച്ചത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തീക്കാറ്റ്, ഈ ആഴ്ച പറഞ്ഞു തീക്കാറ്റല്ല ഉപ്പുകാറ്റ്. ആയിക്കോട്ടെ, മരം കരിഞ്ഞില്ലേ? ഉപ്പുകാറ്റായാലും വൃക്ഷത്തിന്റെ ഇലകൾ കരിഞ്ഞില്ലേ? കരിക്കുക തീയിന്റെ സ്വഭാവം. കരിക്കുക തീയിന്റെ സ്വഭാവം. നിങ്ങളുടെ ഈ റിപ്പോർട്ടിൽ ഒരുപാട് ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കാറുണ്ട്. ഞാനതിന് മെനക്കെടുന്നില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ ഉപ്പ് കൊണ്ട് കരിഞ്ഞു പോയതാണെന്ന്. ആയിക്കോട്ടെ, ഉപ്പ് കൊണ്ട് കരിഞ്ഞാലും തീ കൊണ്ട് കരിഞ്ഞാലും കരിഞ്ഞു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? അല്ലാഹു കരിക്കുന്നത് തീ കൊണ്ടാവാം, ഉപ്പ് കൊണ്ടാവാം. അത് തീയും ഉപ്പും സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനമാണ്. ഈ ഹദീസിന്റെ അവസാനം എന്താണ് കരിഞ്ഞു പോകുന്നതിന്റെ, ഉഷ്ണക്കാറ്റടിക്കുന്നതിന്റെ, തീക്കാറ്റടിക്കുന്നതിന്റെ കാരണം എന്ത് എന്ന് ഈ ഹദീസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രലോകമേ, ഉപ്പല്ല നിങ്ങൾ പരിശോധിക്കേണ്ടത്, നിങ്ങൾ സമുദ്രമല്ല പരിശോധിക്കേണ്ടത്, ആ നാട്ടിലുള്ള ആളുകളുടെ സ്വഭാവം പരിശോധിക്കേണ്ടതാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചൊല്ലണേ. മദീനയുമായ അല്ലാഹു ഈ സദസ്സിനെ ബന്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ 21-ാം നൂറ്റാണ്ടിലും നമുക്ക് വെളിച്ചം നൽകിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഫഅലതു ഉമ്മതി 15 ഖസ്ല, എന്റെ സമുദായം 15 കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഹല്ല ബിഹൽ ബലാ, സർവനാശവും അവരെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനേ പറഞ്ഞത് ഹല്ല ബിഹൽ ബലാ, സർവനാശവും അവരെ പിടികൂടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ളാഹി എണ്ണിയതെന്താ? ദീർഘമായി ഞാൻ ഈ ഹദീസ് വിശദീകരിക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു പോകട്ടെ, ശ്രദ്ധിച്ചോളൂ. എന്താണ് ആ 15 അടയാളം? ആ 15 അടയാളം ഏതു നാട്ടിലെല്ലാം വ്യാപകമായി നടക്കുന്നു, ആ നാടെല്ലാം തീക്കാറ്റ് പ്രതീക്ഷിച്ചു കൊള്ളണേ എന്നാണ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. 1,
ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുസ്വത്ത് സ്വന്തം സ്വത്ത് പോലെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന കാലമായാൽ, പള്ളിയുടെ സ്വത്താണ്, ബാങ്കിലുള്ള 25 ലക്ഷമാണ്, സെക്രട്ടറി എടുത്തു, അതെടുത്ത് കച്ചവടത്തിന് കൊടുത്തു, പകുതി ലാഭം സെക്രട്ടറി എടുക്കും, പകുതി ലാഭം പള്ളിക്ക് കൊടുക്കും. 50 ലക്ഷം ബാലൻസ് ഉണ്ട് പള്ളിക്ക്, അത് സ്വന്തം സ്വത്ത് പോലെ അതെടുത്ത് കച്ചവടം ചെയ്തിട്ട് പകുതി അയാൾ, പകുതി പള്ളിക്ക്. രാജ്യത്തിന്റെ സ്വത്തിലാണ് വ്യാപകമായ അഴിമതി നടക്കുന്ന കാലമായ. ശ്രദ്ധിക്കണേ നിങ്ങൾ, ദാൽഹുദായിയുടെ കോമ്പൗണ്ടിൽ വെച്ചാണല്ലോ നമ്മളിത് പറയുന്നത്. നമ്മൾ ഓർത്തു പോകുന്നു, നമ്മുടെ ചാരത്ത് ഇതെല്ലാം കാണുന്നുണ്ടാകും ആ മഹാൻ, സന്തോഷിക്കുന്നുണ്ടാകും ആ മഹാൻ, മഹാനായ ഡോക്ടർ യുബാക്കുട്ടി ഹാജി. അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഒരു ചായ കുടിച്ചാൽ പോലും താൻ ചെയ്യുന്ന പ്രവർത്തനത്തിനത് പകരമാക്കാതെ അതിന്റെ കാശ് പോലും ദാൽഹുദായിയുടെ പെട്ടിയിലേക്ക് നിക്ഷേപിച്ച ഡോക്ടർ യുബാക്കുട്ടി ഹാജി, അള്ളാഹുവേ ആ മഹാന്റെ ഖബറിടം നീ വെളിച്ചമാക്കണേ റബ്ബേ. ആ മഹാന്റെ ഇഖ്ലാസ് പോലെ ഈ സ്ഥാപനത്തെ നീ ഉയർത്തണേ റബ്ബേ, ഉയർത്തണേ അല്ലാ. പൊതുപ്രവർത്തകർക്കൊരു മാതൃകയാണ് ആ മഹാൻ. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുസ്വത്തിൽ വ്യാപകമായ അഴിമതി നടക്കുന്ന കാലമായാൽ. നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായിരുന്നല്ലോ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ആ പ്രിയപ്പെട്ട നേതാവിന്റെ പ്രിയപ്പെട്ട മകനല്ലോ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. വഖഫ് ബോർഡിന്റെ ചെയർമാനല്ലേ. ആ മഹാനോട് ചെന്ന് ചോദിക്കും, നിങ്ങൾ കേരളത്തിലെ ഒരുപാട് വഖഫ് സ്വത്തുകൾ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ മഹാനാസ്ഥാനം ഏറ്റെടുത്ത പാടെ വാപ്പയുടെ ജാഗ്രത, അതേ സ്വഭാവം ലഭിച്ച മകൻ പറഞ്ഞത്, നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുകൾ മുഴുവൻ തിരിച്ചു പിടിക്കുമെന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുസ്വത്ത് സ്വന്തം സ്വത്ത് പോലെ ആളുകൾ ഉപയോഗിക്കുന്ന കാലമായാൽ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതെണ്ണി അടയാളം എന്താണ്? വല്ലമാനത്തു മഗ്നമ, വിശ്വസ്തത ഇല്ലാതെയായി പോവാ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വിശദീകരിക്കൊന്നൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളിൽ എത്ര പേർക്ക് അവരവരുടെ മക്കളെ കുറിച്ച് വിശ്വാസമുണ്ട്? അവരവരുടെ മക്കളെ കുറിച്ച് നിർഭയരായ എത്ര രക്ഷിതാക്കളാ ഉള്ളത്? എന്നും നമ്മൾ ദിനേന കേൾക്കുന്നത് ഒളിച്ചോട്ടങ്ങളാണ്. പടച്ചോനെ, ഒളിച്ചോടിപ്പോയവരുടെ വാപ്പ എന്ന ദുഷ്പേര് ഞങ്ങൾക്ക് നീ വരുത്തരുത് അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ നല്ല ബോധം നൽകണേ അല്ലാ. വല്ലമാനത്തു മഗ്നമ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന കാലമായാൽ ഗനീമത്ത് സ്വത്ത് പോലെയായി പോവാന്നാണ്. വല്ലമാനത്തു മഗ്നമ വസ്സകാത്തു മഗ്റമ, സകാത്ത് ആളുകൾ കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന കാലമായാൽ. ആരാ പഠിപ്പിക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ പറയും, ഉസ്താദേ പഴയകാലത്തെ പോലെയല്ല, ആളുകളൊക്കെ സകാത്ത് ധാരാളം കൊടുക്കുന്ന കാലമാണല്ലോ ഇത്. ഇല്ല, പഴയ കാലത്ത് കൊടുക്കേണ്ടവർ വിരളമാണ്, വാങ്ങേണ്ടവർ ധാരാളമായിരുന്നു. ഈ കാലഘട്ടത്തിലോ കൊടുക്കേണ്ടവർ ധാരാളമാണ്, വാങ്ങേണ്ടവർ ധാരാളമോ അല്ലെങ്കിൽ അതിലോ കുറവോ ആണ്. ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടവർ ധാരാളമാണ്. എന്താ സകാത്തിന്റെ കടക്ക്? കച്ചവടക്കാർ സകാത്ത് കൊടുക്കണല്ലോ. കച്ചവടം തുടങ്ങി ഒരു കൊല്ലമാകുമ്പോ കച്ചവടത്തിന്റെ കണക്കെടുക്കണം. ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ, അറബി വർഷപ്രകാരം ഒരു കൊല്ലം പൂർത്തിയാകുമ്പോ അതിനെ കണക്കെടുക്കണം. എന്നിട്ടോ കടയിലുള്ള സ്റ്റോക്ക് പരിശോധിക്കണം. അതേപോലെ വിറ്റ് കിട്ടിയുള്ള കയ്യിലിരിപ്പ് പരിശോധിക്കൂട്ടണം. കിട്ടാനുള്ള കടവും കൂട്ടണം. ഇതെല്ലാം കൂട്ടിയിട്ട് 596 ഗ്രാം വെള്ളിക്ക് സമാനമായ പണമുണ്ടോ അയാള് സക്കാത്ത് കൊടുത്തോളെന്നാണ്. 596 ഗ്രാം വെള്ളി, 1 കിലോ വെള്ളിക്ക് ഒരു 60,000 70,000 ഒക്കെയാണ് ഇപ്പം എന്ന് തോന്നുന്നു. 70,000ന്റെ ചുവട്ടിലാണ്. കഴിഞ്ഞ മാസം ഞാൻ അന്വേഷിച്ചപ്പോ 62,000 എന്ന് വെള്ളി കച്ചവടക്കാരനായിരുന്ന എന്റെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ 70,000 താഴെയാണ്. 596 ഗ്രാം എന്ന് പറഞ്ഞാൽ 70,000ന്റെ പകുതിയാണല്ലോ 35,000. ഒരു 40,000 ഉറുപ്പിക കടയിലെ സ്റ്റോക്ക്, വിറ്റ് കിട്ടി കയ്യിലിരിപ്പുള്ള ലാഭം, കിട്ടാനുള്ള കടം എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു കൊല്ലത്തേത് 40,000 ഉറുപ്പിക വെള്ളിയുടെ പണം. വെള്ളിയുടെ കണക്കനുസരിച്ച് ഞാൻ ഏകദേശം പറഞ്ഞതാണ്, കൃത്യമായി കൂട്ടിയില്ല.
കച്ചവടക്കാർ അതിന്റെ 2.5% സകാത്ത് കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരുണ്ട് സകാത്ത് കൊടുക്കുന്നവർ? വൽ സകാത്തു മഗ്റമാ, സകാത്തിന്റെ സമുദായം കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന കാലമായാൽ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത് കേൾക്കണം. ഒരാൾ തന്റെ ഭാര്യയെ വഴിപ്പെടുക, ഒരാൾ തന്റെ ഭാര്യയെ വഴിപ്പെടുന്ന കാലമായാൽ, ഇവിടെ വേറെ ചില രേഖകളിലുണ്ട്, പുരുഷൻ പെണ്ണിനെ അനുസരിക്കുന്ന കാലമായാൽ. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഞാൻ ആരെയും ആക്ഷേപിക്കുകയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയുകയാണ്, പുരുഷൻ പെണ്ണിനെ അനുസരിക്കുന്ന കാലമായാൽ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ത്യ രാജ്യത്തെ തീക്കാറ്റിന്റെ കാരണങ്ങൾ എന്തെന്നാണ് പുണ്യനബി പറഞ്ഞു തരുന്നത്. നമ്മൾ കണ്ടില്ലേ, നേരത്തെ സംവരണം 20, പിന്നെ 30, ഇപ്പോൾ 50 ആണല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50. അതായത് ഇലക്ഷൻ നടന്ന 50 20 സീറ്റാണുള്ളതെങ്കിൽ 20-ൽ പെണ്ണ്, 20-ൽ ആണ്. എന്നിട്ട് ഈ തന്റെ ഇടമുള്ള ആണിന്റെ പണി എന്താണ്? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അവന് പഞ്ചായത്തിൽ പോയിരിക്കാണ്, മുനിസിപ്പാലിറ്റിയിൽ പോയിരിക്കുന്നു. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പെണ്ണിന് സംവരണം ചെയ്തതാണ്. ഈ പെണ്ണിന്റെ മുഖത്ത് നോക്കി പെണ്ണിന്റെ ആജ്ഞകൾ കേൾക്കുന്ന കാലം ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലണേ സ്വലാത്ത്. 14 നൂറ്റാണ്ട് മുമ്പാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചോദിക്കും, എന്റെ വിധി എന്താ, അതിന്റെ മതപരമായ കാര്യം എന്ത്? ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തെങ്ങനെ മത്സരിക്കാതിരുന്നാൽ നമ്മുടെ സീറ്റൊക്കെ ഒഴിഞ്ഞു കിടക്കില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യയെ നീ മത്സരിപ്പിക്കണ്ട, നിന്റെ ഭാര്യയെ നീ മത്സരിപ്പിക്കണ്ട. മറ്റു മതസ്ഥരില്ലേ, അവർക്ക് വിട്ടുകൊടുത്തേക്ക്. എന്തേ? ഫാത്തിമ മോളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മയ്യിത്ത് കൊണ്ടുപോകുമ്പോ പോലും പറഞ്ഞത് രാത്രി കൊണ്ടുപോകണേ, എന്റെ ശരീരം ഒരാളും കാണാനിടവരരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, അല്ലാഹുവിന്റെ ഹബീബാണ്. എന്തേ? പുരുഷൻ പെണ്ണിനെ അക്ഷരം പ്രതി അനുസരിക്കുക, അവർ പാസാക്കി കൊടുക്കുന്ന, അവർ നൽകുന്ന ലിറ്റുകൾക്കനുസരിച്ച് ചെയ്യാൻ ഇയാൾ നിർബന്ധിതനാവുക. പുണ്യനബി പറഞ്ഞല്ലോ, ഏതൊരു സമുദായമാണ് തങ്ങളുടെ അധികാരം പെണ്ണിന്റെ കയ്യിലേൽപ്പിച്ചത്, ആ സമുദായം നശിച്ചുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊന്നും പറഞ്ഞതല്ല, ഹദീസ് വിശദീകരിച്ചതാണ്.